അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടാട്ടാണ് തയ്യാറാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ആയിട്ട് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി 1/2 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീനാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 നാരങ്ങയുടെ നീര്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റോളം ചിക്കൻ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കാത്തതുകൊണ്ട് കരിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലുള്ള വെള്ളത്തിനനുസരിച്ച് തീ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്നും കൂടി ഒന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി വരുമ്പോൾ ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടെ വറ്റി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി വരും. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് ഉപ്പ്, പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യത്തിന് വേണ്ട കുറച്ച് വെള്ളം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയും പൊടികളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ആദ്യം തന്നെ നന്നായിട്ട് വെന്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് കുറച്ചൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മസാലയ്ക്ക് ചിക്കൻ വിട്ടുപോകും. അപ്പോൾ നമുക്കിതിങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കനെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിലേക്കൊരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോ ചെറിയ ഉള്ളി നമുക്കൊരു 2-3 പീസാക്കി എടുത്താൽ മതി. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ഒന്ന് ചെറുതായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസിൻ്റെ ഒരു മണം മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സോസൊക്കെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലിപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ എല്ലാം ഇതിലിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4-5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്.
അത്യാവശ്യം എരിവും ചെറുതായിട്ടൊരു പുളിയും പിന്നെ സോസിൻ്റെ ചെറുതായിട്ടൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.